ഈ ഫേസ്ബുക്കിന്റെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഗ്ലോബലി ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, അത് രാജ്യത്തിന്റെ അല്ല, ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ പോളിസീസ് ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന്റെ സേഫ്റ്റിക്കും അത് കാണുന്നവരുടെ സേഫ്റ്റിക്കും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഒരു സെറ്റ് ഓഫ് റൂൾസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ഇന്ത്യയിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും അറിയാത്തത്. മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രൈവസി പോളിസി ഭയങ്കര ടൈറ്റ് ആണ്. നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഉപയോഗിക്കുന്ന വേർഡുകളൊക്കെ ആണെങ്കിലും വളരെ സൂക്ഷിക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അതിനകത്ത് അറിയേണ്ടത്, മെയിനായിട്ട് നിങ്ങൾ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്താ പറയുക മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കണ്ടന്റിലൂടെ ആളുകളിൽ എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ ചെയ്യുക എന്ന് പറയും. ഡിസ്ക്രിമിനേഷൻ കളർ വെച്ചിട്ടോ ഏജ് വെച്ചിട്ടോ അവരുടെ ജെൻഡർ സ്റ്റാറ്റസ് വെച്ചോ അവരുടെ സെക്ഷുവാലിറ്റി വെച്ചിട്ടൊക്കെ തരംതിരിച്ച് ആഡുകൾ ചെയ്യുക. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അത് നിങ്ങൾക്ക് അറിയാതെ ചില വേർഡുകൾ പ്രശ്നമാവും. അങ്ങനെയുള്ള ആഡുകൾ സസ്പെൻഡ് ചെയ്യാം, അതിൻ്റെ പെർഫോമൻസ് കുറയാം, റിജക്റ്റ് ചെയ്യാം, പല കാര്യങ്ങൾ